ശ്രീ അരുൺകുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ 2021 സാഹചര്യം, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം നോക്കിയാൽ 51,180 വോട്ടാണ് ശ്രീനിജന് കിട്ടിയത്. സജീന്ദ്രന് 48,463 വോട്ട്, സുജിത്തിന് 41,890 വോട്ട്. അവിടെ 3000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു ശ്രീനിജന് ഉള്ളത്. പക്ഷേ നോക്കൂ, 2020യുടെയും BJPയുടെയും വോട്ടുകൾ എടുക്കുകയാണ് എങ്കിൽ അത് മറികടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആ മണ്ഡലത്തിൽ സൃഷ്ടിക്കപ്പെടും എന്നതാണ് കരുതുന്നത്. അപ്പോൾ ഒരു മണ്ഡലത്തിലെങ്കിലും അത്തരം ഒരു അത്ഭുതം നടത്തുക ഈ സഖ്യത്തിലൂടെ കഴിഞ്ഞാൽ അതൊരു നേട്ടമല്ലേ? ഇവിടെ 10 കൊല്ലത്തിലധികമായി 2020 പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് ഇതുവരെ 2020ക്കെതിരെ ഒരു വാക്ക് RSSോ BJPയോ പറയുന്നത് താങ്കൾ കേട്ടിട്ടുണ്ടോ? അതുപോലെ BJPക്കെതിരെയും ഒരു വാക്ക് സാബു ജേക്കബ് പറഞ്ഞിട്ടില്ല. കൃത്യമായി പറഞ്ഞാൽ RSSന്റെ ഒരു ഏജന്റായി തന്നെയാണ് അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്, ഒരു ടൂളായിരുന്നു. കാരണം ഇവിടെ എല്ലാവരെയും ചീത്ത പറയുക, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പെശകാന്ന് പറയുക, അതുപോലെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം പിരിവുകാരാന്ന് പറയുക, എന്നിട്ട് തലയെ തുണിയിട്ട് ഇതേ സാബു ജേക്കബ് തന്നെ പിരിവ് നടത്തുക. ഞാൻ വേണമെങ്കിൽ അങ്ങേക്ക് ചിത്രം അയച്ചു തരാം. സിന്തൈറ്റിലടക്കം പോയി ലക്ഷക്കണക്കിന് രൂപ സാബു ജേക്കബിന്റെ 2020ക്ക് വേണ്ടി കൈപ്പറ്റുന്ന പണമടക്കം ഇവിടെ ഉണ്ട്. രണ്ടാമതും മൂന്നാമതും ചെന്നപ്പോൾ കൊടുക്കാതെ വന്നപ്പോൾ മറ്റ് കമ്പനികളെല്ലാം പ്രശ്നക്കാരാണ്, അവരെല്ലാം ജനവിരുദ്ധരാണെന്ന് പ്രസംഗിക്കുകയും ചെയ്തു. അതായത് പ്രവൃത്തി ഒന്ന്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗം വേറെ. ഇത് കുറേ നമ്മൾ കണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല മണ്ഡലങ്ങളും അദ്ദേഹം കുന്നത്തുനാട്ടിലെ കണക്കൊക്കെ എടുത്ത് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ആ ബ്ലോക്ക് പഞ്ചായത്ത് 2020 ഭരിച്ചുകൊണ്ടിരുന്നേ. ആ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം ഇപ്പോൾ LDF പിടിച്ചെടുത്തു. അതുപോലെ തന്നെ പുത്തൻകുരിശ് ഡിവിഷൻ, ജില്ലാ പഞ്ചായത്തിന്റെ പുത്തൻകുരിശ് ഡിവിഷൻ LDF ആണ് അവിടെ വിജയിച്ചത്. ചില പഞ്ചായത്തുകളിൽ ഏറ്റക്കുറച്ചിലൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ 2020യുടെ മുതലാളി ആദ്യം തന്നെ പറഞ്ഞിട്ട് പോയി, 2 രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങളെ സ്വാധീനിക്കാൻ വന്നു. ഞാൻ വെല്ലുവിളിക്കുകയാണ്, CPMന്റെ ആരെങ്കിലുമോ CPMന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോ ഈ മുതലാളിയുടെ അടുത്തേക്ക് എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തെളിയിക്കട്ടെ. പഴയ കാര്യങ്ങളൊക്കെ കുറെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയതിനു ശേഷം കൃത്യമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് യോജിക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച് കൃത്യമായി വെല്ലുവിളിച്ചു തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ മൃതപ്രായരായി തല്ലി ഒതുക്കുന്ന സാഹചര്യം മഴുവന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. എന്താണ് കാരണം അവിടുത്തെ പ്ലാനിംഗ് കമ്മിറ്റി, വികസന സമിതിയിൽ സാബു മുതലാളിയുടെ അനിയൻ, ബന്ധുക്കൾ, അമ്മാവൻ, ആന്റി എല്ലാവരെയും കുത്തി നടത്തിയതിനെതിരെ നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പൊ ഇപ്പോൾ RSSന്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് എല്ലാവരും വന്നു, അതുകൊണ്ട് ഞങ്ങൾ പോയില്ല എന്നൊക്കെ പറയുന്നത് അവിടെ ഇരിക്കട്ടെ. ഞാൻ പറയുന്നത്, എന്തു വികസനമാണ് കഴിഞ്ഞ 4 പഞ്ചായത്തുകളിൽ, അദ്ദേഹം ഭരിച്ച പഞ്ചായത്തുകളിൽ 2020യുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നത് എന്നൊന്ന് പറയാൻ, തെളിയിക്കുകയൊന്നും വേണ്ട, ഒന്ന് പറഞ്ഞാൽ മതി, മാധ്യമങ്ങൾക്ക് പോയി നോക്കാമല്ലോ. ഇതുവരെ ഇപ്പൊ കിഴക്കമ്പലം പഞ്ചായത്ത് അദ്ദേഹം ഭരിക്കുന്ന 10 കൊല്ലമായിട്ട് ഭരിക്കുന്ന പഞ്ചായത്തിന്റെ ഭരണസിരാ കേന്ദ്രമാണ്. അവിടെ ഒരു പൊതു ടോയ്ലറ്റ് ഉണ്ടോ? ഒരു പൊതു ടോയ്ലറ്റ് അവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി പണിതിട്ടുണ്ടോ എന്ന് തെളിയിച്ച് കാണിച്ചു തന്നാൽ ഈ പരിപാടി ഇവിടെ നിർത്താം. അവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, എത്ര വർഷങ്ങളായി പൊളിച്ചിട്ടിരിക്കുന്നു. ആ ബസ് സ്റ്റാൻഡ് ആധുനീകരിച്ച ബസ് സ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞ് ബുക്കിലെറ്റ് പ്രസിദ്ധീകരിച്ച് പുറത്തിറക്കി. അവിടെ ചെന്ന് നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ എന്തൊക്കെ മൃഗങ്ങളാണ് കയറി കിടക്കുന്നതെന്ന്. അപ്പോൾ ഒരു തരത്തിലുള്ള വികസനവും നടത്താതെ തൻ്റെ ബിസിനസ് വിപുലപ്പെടാൻ, ആ ബിസിനസിനെ കുറിച്ച് ആരും ചോദിക്കരുത്. ഏതെങ്കിലും ലൈസൻസ് പഞ്ചായത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടോ? ഇല്ല. അവിടെ 1000കണക്കിന് സ്ക്വയർ ഫീറ്റ്, 10000കണക്കിന് സ്ക്വയർ ഫീറ്റ് ഉള്ള കെട്ടിടങ്ങളുണ്ട്. ഏതെങ്കിലും കെട്ടിട നികുതി അടയ്ക്കുന്നുണ്ടോ? കിഴക്കമ്പലം പഞ്ചായത്തിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് ഈ കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അപ്പോൾ അവൈലബിൾ അല്ല, ലഭ്യമല്ല എന്ന മറുപടിയാണ് കിട്ടുന്നത്. അവിടെ തട്ടിപ്പും വെട്ടിപ്പും നടത്തി തൻ്റെ ബിസിനസ് വിപുലപ്പെടുത്തണം. ആ ബിസിനസ് കേരളത്തിന് പുറത്തേക്ക് വിപുലപ്പെടുത്താൻ ഇപ്പൊ തെലങ്കാനയിൽ പോയി, ചെന്നിറങ്ങിയപ്പോൾ തന്നെ സ്വാഗതം ചെയ്തു കൊണ്ടുവന്ന BRS ഗവൺമെന്റ് താഴെ പോയി. അവിടെ ആ ഗവൺമെന്റ് തന്നെ ഇല്ലാതായി. അവിടുത്തെ സംവിധാനമൊക്കെ വിവരങ്ങൾ, വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ തട്ടിപ്പും വെട്ടിപ്പും നടത്തി വികസനം അല്ലെങ്കിൽ ബിസിനസ് വിപുലപ്പെടുത്താൻ, വികസിപ്പിക്കാൻ, ബിസിനസ് വിപുലപ്പെടുത്താൻ ഇപ്പോൾ ഏറ്റവും നല്ല ഒരു കോർപ്പറേറ്റിന്റെ സഹായം വേണം. അതിനുവേണ്ടി രാജീവ് ചന്ദ്രശേഖരന്റെ തോളിൽ കൈയിട്ടു, അതേ കണ്ടാൽ മതി. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ NDAയുമായിട്ട് യോജിച്ച കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ അത് സംഭവിക്കും, ഇത് സംഭവിക്കും, ചുറ്റുപാട് സംഭവിക്കുന്നതൊക്കെയല്ല. ഇതൊരു മാൻഡ്രേക്കാണ്. രേണുക കൃത്യമായി നോട്ട് ചെയ്തോ, ഇതൊരു മാൻഡ്രേക്കാണ്. നമ്മളൊരു സിനിമയെ കണ്ടിട്ടുണ്ട്, ഒരു തല കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ജഗതി. ആ മാൻഡ്രേക്ക് ആ BRS ഗവൺമെന്റിന് കൊണ്ടുപോയി കൊടുത്തിരുന്നു, അവിടെ നശിച്ച് നാരായണക്കല്ല് പിടിച്ചു. ഇപ്പതേ NDAക്ക് കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നു. അധികം താമസിയാതെ തന്നെ ഈ മാൻഡ്രേക്കിനെ തിരിച്ചറിയും, NDAയും തിരിച്ചറിയും, ജനവും തിരിച്ചറിയും. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം.
ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവരാണ് ഏറ്റവും കൂടുതൽ 2020 പിന്നിൽ അണിനിരക്കുന്നത്. കാരണം അവരുടെ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുന്ന ഞാൻ ദൈവത്തിന്റെ പ്രതിരൂപമാണ്, ഞാൻ സേവനം ചെയ്യാൻ ദൈവം വിട്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞിരിക്കുന്ന പ്രസംഗം ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. അവരെല്ലാം വഴിതെറ്റിച്ച് ആടിന് പച്ചില കൊടുത്ത് കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയി ഇപ്പൊ RSSന്റെ താവളത്തിൽ കൊണ്ടുപോയി എത്തിച്ചിരിക്കുകയാണ്. കന്യാസ്ത്രീകളെ ആക്രമിക്കുന്നതും മണിപ്പൂർ കലാപത്തിന്റെ വാർത്തകളും രാജ്യത്തിന്റെ ഓരോ പാലമായി മാറുമോ എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടുന്ന വിഷയമാണ്. എങ്ങനെയാണ് ഇതൊക്കെ വരാൻ പോകുന്നത് എന്നത്. ശ്രീ മോഹൻ വർഗീസ് നോക്കൂ, ഇവിടെ ഇപ്പോ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.